ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. വേൾഡ് കപ്പിലെ ബ്രസീലിന്റെ ആദ്യ മത്സരത്തിലെ എതിരാളികൾ മൊറോക്കോയാണ്. വരുന്ന 14-ാം തീയതിയാണ് ആ മത്സരം നടക്കുക. അതിനു മുന്നേ മൊറോക്കോ ഇന്നലെ ഒരു സൗഹൃദ മത്സരം കളിച്ചിരുന്നു. ഏർലിംഗ് ഹാലൻഡിന്റെ നോർവേ ആയിരുന്നു അവരുടെ എതിരാളികൾ. ഈ മത്സരത്തിൽ വിജയിക്കാൻ മൊറോക്കോക്ക് സാധിച്ചിട്ടില്ല. രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടുകയായിരുന്നു. ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോയാണ് മത്സരത്തിലെ ആദ്യ ഗോൾ നേടിയത്. സൂപ്പർ താരം ബ്രാഹിം ഡയസ് 8-ാമത്തെ മിനിറ്റിൽ ഗോൾ കണ്ടെത്തുകയായിരുന്നു. എസ്എൽ സൗലിയുടെ അസിസ്റ്റിൽ നിന്നാണ് ബ്രാഹിമിന്റെ ഗോൾ പിറന്നത്. പക്ഷേ പിന്നീട് മത്സരത്തിന്റെ 75-ാമത്തെ മിനിറ്റിൽ നോർവേ സമനില ഗോൾ നേടി. സൂപ്പർ താരം മാർട്ടിൻ ഒഡേഗാർഡാണ് സമനില ഗോൾ നേടിയത്. ഓസ്കാർ ബോബിന്റെ അസിസ്റ്റിൽ നിന്നാണ് ഒഡേഗാർഡിന്റെ ഗോൾ പിറന്നത്. ഇങ്ങനെ രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടിക്കൊണ്ട് സമനിലയിൽ പിരിയുകയായിരുന്നു. മത്സരത്തിൽ നല്ല പ്രകടനം തന്നെയാണ് മൊറോക്കോ നടത്തിയിട്ടുള്ളത്. ടാർഗറ്റിലേക്ക് 5 ഷോട്ടുകളൊക്കെ ഉതിർക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. ഗോളുകൾ നേടാൻ സാധിക്കാതെ പോവുകയായിരുന്നു. കൂടുതൽ ഗോളുകൾ നേടാൻ അവർക്ക് കഴിഞ്ഞില്ല. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ മത്സരം വീക്ഷിക്കാൻ വേണ്ടി കാർലോ ആഞ്ചലോട്ടിയുടെ ടെക്നിക്കൽ സ്റ്റാഫ് എത്തിയിരുന്നു എന്നുള്ളതാണ്. അതായത് മൊറോക്കോയാണ് ബ്രസീലിന്റെ ആദ്യ മത്സരത്തിലെ എതിരാളികൾ. അതുകൊണ്ട് തന്നെ എതിരാളികളെ സസൂക്ഷ്മം നിരീക്ഷിക്കാൻ വേണ്ടി വീക്ഷിക്കാൻ വേണ്ടി CBFന്റെ ടെക്നിക്കൽ സ്റ്റാഫ് ഈ മത്സരത്തിൽ സന്നിഹിതരായിരുന്നു. അവർ മൊറോക്കോയെ നല്ല രൂപത്തിൽ വീക്ഷിച്ചിട്ടുണ്ട്. ആദ്യ മത്സരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇതിനോടകം തന്നെ ബ്രസീൽ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ഇത്. ഏതായാലും ഫിഫ റാങ്കിങ്ങിൽ 8-ാം സ്ഥാനത്തുള്ള ടീമാണ് മൊറോക്കോ. ഈ സൗഹൃദ മത്സരത്തിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരല്പം നിരാശ നൽകുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷേ ഏർലിംഗ് ഹാലൻഡിന്റെ നോർവേ ഈ ഒരു വേൾഡ് കപ്പിലെ കറുത്ത കുതിരകളാവാൻ വരുന്ന ടീമുകളിൽ ഒന്നാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം വീണ്ടും കാണാം.